എന്നതാടി കാര്യം പറ. ഞാനൊന്ന് പറഞ്ഞായിരുന്നല്ലോ ബോസേ, ബോസിന്റെ കൂടെ ഞാനല്ലാതെ ഈ കാറിൽ വേറൊരാളും കേറാൻ പോകുന്നില്ലാന്ന്. അങ്ങനെയാണ് സാറിന്റെ കൂടെ ഈ കാറില് ഞാനല്ലാതെ വേറൊരു പെണ്ണും കേറാൻ പോകുന്നില്ല. അതിന് സ്നേഹ സമ്മതിക്കത്തില്ല. സാറ് ചെവി നുള്ളിക്കോ. എന്താ ഇപ്പൊ ഓർമ്മ വന്നോ? അതിനിതില് നീ മാത്രല്ലല്ലോ, സ്റ്റെല്ലയും കൂടെ ഇല്ലേ? അത് ബാക്ക് സീറ്റിലല്ലേ, നിങ്ങളുടെ കൂടെ അല്ലല്ലോ. പറഞ്ഞ് നീ ഇത് എവിടേക്ക് കയറി പോകുന്ന? നീയെ നിന്റെ വർക്കിൽ മാത്രം ശ്രദ്ധിച്ചാ മതി, കേട്ടല്ലോ. ഞാൻ എവിടെ കയറി പോവാനോ? ഞാൻ വർക്കിൽ തന്നെ ശ്രദ്ധിക്കുന്ന. സാറ് എവിടേക്കും കയറി പോവാതിരുന്നാ മതി. നീ ഒന്ന് മിണ്ടാതിരിക്കാവോ? ഞാൻ ഡ്രൈവ് ചെയ്തത് കാണാനില്ലേ നിനക്ക്? ഓ ഓക്കെ ഓക്കെ, സാറ് ഡ്രൈവ് ചെയ്തോ. മീറ്റിംഗ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ആടാ, ചെറിയൊരു മീറ്റിംഗ് ആയിരുന്നു, അത് 4 മണിയായപ്പോ തന്നെ കഴിഞ്ഞു. ആണോ? എന്നിട്ട് അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുതരാന്ന് പറഞ്ഞോ? മാർക്കറ്റിങ്ങിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ? ആ, ചെയ്തുതരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഡീലുണ്ട്, അവരൊരു ഡീല് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡീല് പോവാൻ പറ, അതൊക്കെ നമ്മൾ എത്ര കണ്ടതാ. അതെ, ഡീലൊന്നൊരു പ്രശ്നമല്ല, അതുകൊണ്ട് ഡീലർസ് കൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടെ ഉള്ളോണ്ട് മീറ്റിംഗ് വേഗം നടന്നു അല്ലേ ബോസേ? വേഗം നടന്നു തൊട്ട് എന്താ കാര്യം? എനിക്കവിടെ ആകെയുള്ളൊരു ഇറിറ്റേഷൻ ആയിരുന്നു നീ. ഞാനോ? നീ തന്നെ. അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ അവിടുന്ന് ഇറിറ്റേറ്റ് ചെയ്യലല്ലായിരുന്നോ നിന്റെ പണി? സാറേ അങ്ങനൊന്നുമില്ലേ, ഈ ബോസിനെ വട്ടാൻ ചുമ്മാ അറിയോ? ആർക്കടി വട്ട്? എനിക്കാണോ അതോ നിനക്കാണോ? ഏയ്, രണ്ടും കൂടി ഒന്ന് മിണ്ടാതിരിക്കാവോ? മീറ്റിംഗ് നല്ല രീതിയിൽ നടന്നല്ലോ, പിന്നെന്താ പ്രശ്നം? അത് തന്നെ, ഞാനും കൂടി വന്നോണ്ട് മീറ്റിംഗ് കുറച്ചുകൂടി നന്നായെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് ഇപ്പോ ബോസിന്റെ പ്രശ്നം. നീ ഉള്ളോണ്ട് മീറ്റിംഗ് കുറച്ച് കൊളായെന്ന് പറ. എന്ത് കൊളായെന്ന്? ഞാനും കൂടി ഇല്ലായിരുന്നു മീറ്റിംഗിന്റെ നോട്ട്സ് എടുക്കാൻ നിങ്ങൾ അവിടുന്ന് വേറെ ആരെങ്കിലും വിളിക്കേണ്ട വന്നേനെ. അതാണ് ഇത്ര വലിയ ആനക്കാര്യം. ആ നോട്ട്സ് അത്രക്ക് വെയിറ്റ് ആണല്ലോ. അല്ലല്ലോ, നിങ്ങൾക്ക് നന്ദി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ. നന്ദിയുമില്ല, കണ്ണി ചോരയില്ല. ആടി, എനിക്കില്ല. നിനക്കത് ആവശ്യത്തിന് അധികം ഉണ്ടല്ലോ, അത് മതി. ഡാനി, ഒന്ന് ചുമ്മാ ഇരുന്നേ. ആ കൊച്ചു നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയല്ലോ വന്നത്. അതൊന്നും ഈ ബോസിന് പറഞ്ഞാൽ മനസ്സിലാകാൻ പോകുന്നില്ല സാറേ. അതെങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ ഒരു കഴിവ് വേണം. അത് ഈ ബോസിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹ, ചുമ്മാതിരി. എന്തിനാ സ്റ്റീഫ? അവള് പറയട്ടെ. ആടി, നീ പറഞ്ഞ പോലെ ആരുടെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നീയൊന്നും ഈ ഓഫീസിൽ അധികം കാലം നിൽക്കാൻ പോകുന്നില്ല. നീയും പോവും ഒരു ദിവസം. ഡാനി, നീ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആകെ ടയർഡാണ്. വെറുതെ ഫ്രസ്ട്രേറ്റഡ് ആവില്ലേ? നീ വേഗം നിന്റെ ക്യാബിനോട് ചെന്നാ നോക്ക്. എന്ത് പറ്റി സാറേ? ഡാനി സാർ എന്താ പെട്ടെന്ന് അത്രയും ചൂടായത്? അത് ഒന്നാമതവൻ ടയർഡാണ്. പെട്ടെന്ന് താൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ദേഷ്യം വന്ന് കാണും. ആണോ? ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. അത് താൻ പറഞ്ഞല്ലോ, അവന് കണ്ണിച്ചോരയില്ല, മറ്റുള്ളവരെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? അയ്യോ, അത് ഞാൻ ബോസിനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്ന അതുപോലെ പറഞ്ഞതാ. അത് ഇവിടെ വന്ന അവന്റെ എല്ലാ കൊളീഗ്സും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോയത്. അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ അല്ല അവന്റെ. ആണോ? ബട്ട് എനിക്ക് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ലല്ലോ. അത് തന്നെയാ എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ വന്ന അവന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഒക്കെ അവന്റെ സ്ട്രിക്റ്റും അവന്റെ റൂഡ്നെസ്സും അവന്റെ ഓവർ വർക്കൊക്കെ സഹിക്കാൻ വയ്യാതെ പോയതാ. തനിക്ക് അവനെങ്ങനെ ഓവർ വർക്കൊന്നും തരുന്നില്ലേ? ഓവർ വർക്ക് അത് ബോസിന്റെ ഈഗോന്റെ പ്രശ്നം. ബോസിന്റെ ഈഗോ കാരണം എനിക്കും കിട്ടിയിട്ടുണ്ട് ഓവർ വർക്ക്. ബട്ട് അത് സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതെ, പക്ഷെ അവന് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കൂളാവും, പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും. എപ്പോഴും അവന്റെ സ്വഭാവം എങ്ങനെയാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് ശരിയാ. ബട്ട് ഞാനിപ്പോ പറഞ്ഞത് കുറച്ചൊന്ന് കൂടിപ്പോയല്ലേ? അത് തനിക്ക് ഇതൊന്നും അറിയാത്തോണ്ടല്ലേ? ബട്ട് എനിക്ക് തോന്നുന്നു താൻ വന്നപ്പോ തൊട്ട് ഡാനി അത്ര അങ്ങ് സ്ട്രിക്റ്റ് അല്ല, കുറച്ചൊന്ന് കൂളാണ് എവിടെയൊക്കെയോ. പിന്നെ കൂള്, പറഞ്ഞ കൂളാണല്ലോ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോയത്. അത് താൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാ. താൻ ട്രൈ ചെയ്, നമുക്ക് ഡാനി ഒന്ന് മാറ്റാൻ പറ്റുമോന്ന് നോക്കാലോ. സാറേ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? പുലിമടയില് എന്നെ ഒറ്റക്ക് കൊണ്ടുപോയിടാനാ? താനൊന്ന് ട്രൈ തന്നെ കൊണ്ട് പറ്റും. ഒന്ന് ശ്രമിച്ചു നോക്ക്. നിങ്ങൾ എന്നെ മോട്ടിവേറ്റ് ചെയ്താ പിന്നെ സാറിന് എന്നെ അറിയാൻ പാടില്ല. യു ക്യാൻ.
പിന്നെ പിന്നെ ഇപ്പൊ നടക്കും, നോക്കിയിരുന്നോ. ശേ, എന്നാലും ഞാൻ ബോസിന് അത്രക്ക് പറയണ്ടായിരുന്നല്ലേ. ഇനിയിപ്പോ എന്നോട് ദേഷ്യാവോ? മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ ഒരു കഴിവ് വേണം. അത് ഈ ബോസിനുണ്ടെന്ന് എനിക്ക് തോന്നില്ല. May I come in, sir? യെസ് കമിൻ. എന്ത് പറ്റി സാർ? സാറ് ടയർഡാണോ? നോ, സീറ്റ്. താൻ കാര്യം പറ. അത് പിന്നെ സാർ, സാറ് ഓക്കെ അല്ലേ? ഞാൻ പിന്നെ വരാം. ഐ സെഡ് സിറ്റ് ഡൗൺ. സോറി, എന്തായിരുന്നു കാര്യം? അത് പിന്നെ സാറ്, സാർ ഓക്കെ അല്ലല്ലോ, ഞാൻ പിന്നെ പറയാം. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞല്ലോ. താൻ എന്താന്ന് വെച്ചാ കാര്യം പറ. എന്തേലും ഇമ്പോർട്ടന്റ് ആണോ? ഏയ്, ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാ ഞങ്ങളുടെ റൂമില് നാളെ നമ്മളൊരു ലഞ്ച് അറേഞ്ച് ചെയ്യുന്നുണ്ട്. സാറിന് വരാൻ പറ്റുമോ? നാളെ സൺഡേ അല്ലേ? ലഞ്ചോ? എന്താ പെട്ടെന്ന് ലഞ്ചൊക്കെ? അത് പിന്നെ സാർ, ഞങ്ങൾക്ക് നാട്ടിലത്തെ ഫുഡൊക്കെ മിസ് ചെയ്തപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു സദ്യ പോലെ അറേഞ്ച് ചെയ്യാൻ വിചാരിച്ചു. ഇവിടുത്തെ കുറച്ച് സ്റ്റാഫ്സിനെയും പിന്നെ സ്റ്റീഫൻ സാറൊക്കെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. സാറ് കൂടി വരുവാണേ. അത് എനിക്കൊന്നും വരാൻ പറ്റില്ല. എനിക്ക് നാളെ കുറച്ച് പരിപാടിയുണ്ട്. എന്ത് പരിപാടി സാർ? നാളെ സൺഡേ അല്ലേ, എല്ലാവരും ഫ്രീ അല്ലേ? അപ്പോ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വിചാരിച്ചിട്ടാ ഞാൻ എല്ലാവരും വിളിച്ച. പ്ലീസ് സാർ, വരില്ലാന്ന് മാത്രം പറയരുത്. ഇതിപ്പോ വലിയ പുലിവാലായല്ലോ. അല്ല, സ്റ്റീഫൻ എന്ത് പറഞ്ഞു? സ്റ്റീഫൻ സാറ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് സാറേ. അങ്ങനെയാണെങ്കിൽ സാറിനും സ്റ്റീഫൻ സാറിനും ഒരുമിച്ച് വന്നൂടെ? എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോ, എത്ര വേണേ ആലോചിച്ചോ. സാറ് വന്നാ മതി. നോക്കാം. സാറ് വന്നാ മതിയായിരുന്നു. അപ്പൊ എന്റെ സ്നേഹം കൊച്ച് ഹാപ്പി ആയിരിക്കും. എനിക്കത് മതി. ഇതിനു മുമ്പും പലരും എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ബട്ട് ആരോടൊന്നും ഞാൻ ഇതുപോലെ ചൂടായിട്ടില്ല. ഇതെന്താ ഇവിടെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയധികം ഫ്രസ്ട്രേറ്റഡ് ആയത്? ഞാൻ അത്രയധികം ചൂടാവേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എന്തായാലും ആവട്ടെ. झूम झूम दे झूम झूम दे झूम झूम जाए दे झूम झूम दे झूम झूम दे झूम झूम जाए. ബോസ്, ബോസ് പോവാണോ? നോ റെസ്പോൺസ്. അതെ ബോസ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന. എന്താ? അത് പിന്നെ നിങ്ങൾ പോവാറായോ? ഇല്ല, ആയിട്ടില്ല. ഇവിടെ അങ്ങ് നിക്കാൻ പോവാ. എന്തേ, നീ കൂടി നിക്കുന്നോ? എന്താ സാർ, ഞാൻ ചുമ്മാ സാറ് പോവാൻ നിൽക്കാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ. പിന്നെ കണ്ടിട്ട് നിനക്ക് എന്താടി തോന്നുന്നോ? ചുമ്മാ അതല്ല, ഞാൻ അസിസ്റ്റന്റ് ഒക്കെ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്താ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, സാർ എന്തിനാ ഇങ്ങനെ ചൂടാവുന്ന? ഞാൻ സാറിനെ കടിച്ച് തിന്നാൻ വന്നതൊന്നുമല്ല. നീ ആയോണ്ട് ആ കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. സ്നേഹ കൺട്രോൾ. അല്ല ബോസേ, ബോസിനിപ്പോ എന്താ എന്നോട് ഇത്ര പ്രശ്നം? ഞാൻ നേരത്തെ അങ്ങനൊക്കെ സംസാരിച്ചോണ്ടാണോ? എനിക്ക് ആരോടും ഒരു പ്രശ്നവും. എനിക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല. സോറി. എന്ത്? അത് പിന്നെ സോറി, ഞാൻ പെട്ടെന്ന് അറിയാതെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. സ്നേഹ, താൻ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിക്കളിയല്ല ഈ ഓഫീസ്. ഇവിടെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും താൻ ഇപ്പം ഫോളോ ചെയ്യുന്നില്ല. ഒന്നുമില്ലേലും 10-22 വയസ്സായാലും എനിക്ക് അതിന്റെ മെച്യൂരിറ്റി താൻ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ഇവിടെ കാണിക്കണം. സോറി സാർ, ഞാനെങ്ങനെയാണെന്ന് എന്നെ അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഇനി തൊട്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം. ഞാൻ കമ്പനി ക്ലോസ് ചെയ്യാൻ പോവാ. താൻ ഇവിടെ നിൽക്കാതെ ഞാൻ വീട്ടിൽ പോവാൻ നോക്ക്. അല്ല, പോലെ സാർ, എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഞാൻ പറഞ്ഞത് കേട്ടില്ല. താൻ വീട്ടിൽ പോവാൻ നോക്ക്. ഓക്കെ സാർ, പോവാ. സ്നേഹ, ഇന്നേലും വേഗം കിടക്കാൻ നോക്കിക്കോ. നമുക്ക് രാവിലെ എണീറ്റ് പണിയൊക്കെ തുടങ്ങാനുള്ളതാ. അല്ലടി, നീ എന്തിനാ ചുമ്മാ കുറെ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചാ? നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, നമുക്ക് അത്രയും വേണോ? അയ്യോ സോറിടി, ഞാൻ നിന്നോട് പറഞ്ഞില്ലാണ്. സോറി, ബൈ ബാഡ്. എന്ത് പറഞ്ഞില്ലാന്ന്? എന്താ സംഭവം?
അല്ലടി നമ്മള് രണ്ടുപേരും കൂടി സദ്യ കഴിക്കുമ്പോ ഒരു ഗുമ്മുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് കുറച്ചു പേരെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. ഓഫീസിൽ നിന്നോ? ആരൊക്കെ? ഓഫീസിൽ നിന്ന് നമ്മൾ കുറച്ച് കമ്പനി ആയിട്ടുള്ള ആൾക്കാർ മാത്രം. ഇഷാനി, ദൃശ്യ, സ്റ്റീഫൻ സാറ്, ഇവരൊക്കെ. അപ്പോ സാറ് വിളിച്ചില്ലേ? ആടി ഞാൻ പറഞ്ഞല്ലോ സ്റ്റീഫൻ സാറെ വിളിച്ചിട്ടുണ്ടെന്ന്. അല്ലടി സ്റ്റീഫൻ സാറെ അല്ല, ബോസിനെ. ഏത് ബോസിനെ? എനിക്കറിയില്ലല്ലോ. അന്നത് ചുമ്മാ കഴിക്കല്ലേ, നീ ബോസിനെ വിളിച്ചോ? ആടെ പേടിക്കണ്ട, നിന്റെ ബോസിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചോ? എന്നിട്ട് ബോസ് എന്താ പറഞ്ഞു? ബോസ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, നോക്കിയിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? അപ്പൊ അങ്ങേർക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ? ആ പറഞ്ഞല്ലോ, എന്ത് പറ്റി? ആ ബെസ്റ്റ്, അങ്ങനെ ചുമ്മാ അറിയാടി, അങ്ങനൊന്നും വരാൻ പോകുന്നില്ല. അതെന്നാടി നിനക്ക് ഇത്ര ഉറപ്പ്? അത് ഞാൻ ബോസിന് അറിയാതെ എന്തോ പറഞ്ഞു പോയി. ബോസ് ഇപ്പോ അതിനെ കളിപ്പില്ല എന്നോട്. അപ്പോ അങ്ങനെ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ ബെസ്റ്റ്. അല്ല വരാതിരിക്കാൻ നീ എന്നല്ലോ ബോസിനെ വിളിച്ചേ, ഞാനല്ലേ? ഞാനും നീയും ഒരുമിച്ച താമസമെന്ന് ബോസിന് നന്നായിട്ട് അറിയാം. ഓഹോ, അപ്പോ അതായിരുന്നല്ലേ ഞാൻ ബോസിന്റെ അടുത്ത് ചെന്നപ്പോ സാറിന് എന്തോ ഒരു മൂഡൌട്ട് പോലെ. മൂഡൌട്ട് പോലെയോ? ആണോ? ആടി, ഞാൻ ലഞ്ചിന്റെ കാര്യം സാറിനോട് പറയാൻ പോയപ്പോ സാറായൊരു മൂഡ് ഓഫിലായിരുന്നു. ആണോ? ചിലപ്പോ സാറിന് നല്ല ഫീൽ ആയി കാണും, ബട്ട് ഞാൻ അറിയാതെ പറഞ്ഞതാ. ഏയ് ഫീലൊന്നും ആയി കാണില്ല, നീ ചുമ്മാ ഓരോന്നാലോചിച്ച് നിന്റെ ഉറക്കം കളയണ്ട. എന്റെ കൊച്ച് വേഗം പോയി കിടക്കാൻ നോക്ക്. ശരിയടി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതൊക്കെ സ്വന്തമായിട്ട് എഴുതുമ്പോ ആലോചിക്കണായിരുന്നു. ചെയ്തോ ഒരെണ്ണല്ലേ ഉള്ളൂ, അതങ്ങട്ട് അരിയുന്നേ, സിമ്പിൾ. എടി ഇത്രയ്ക്ക് അരിയാൻ അറിയെങ്കിലേ ബാക്കിയുള്ളത് കൂടി അരിയാൻ ഈ അന്നയ്ക്കറിയാം. നീ കൂടുതൽ പഠിപ്പിക്കല്ലേ? ആ അല്ലെങ്കിലും ഞാൻ വന്ന് അരിഞ്ഞു തരാനൊന്നും പോകുന്നില്ല. ചെയ്തോ വേഗം ചെയ്തോ. പൊടി ദുഷ്ട, എന്റെ കണ്ണ്. അന്ന ആ ഏലക്ക എവിടെ? ഞാൻ ഇവിടെ ഇങ്ങോട്ട് വെച്ചതാണല്ലോ. നീ ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ ചെയ്തോളാം. അത് അല്ലടി, അത് കുറച്ചുകൂടെ ഉള്ളൂ, അത് ഞാൻ ചെയ്തോളാം. അയ്യോ, എന്റെ കൊച്ചിനോടുള്ള സ്നേഹം കൊണ്ടല്ല. എന്റെ കൊച്ച് കുളിച്ചായിരുന്നോ? ഇല്ല. എന്നാ പിന്നെ മോള് വേഗം നിന്ന് കുളിക്കാൻ നോക്ക്, ഓഫീസിനവരൊക്കെ ഇപ്പൊ ഇങ്ങെത്തും. ആണല്ലേ? അതല്ലേ, എന്നാ പിന്നെ ഞാൻ പോയി വേഗം കുളിച്ചിട്ട് വരാം. ചെല്ല്. പിന്നെ ഞാൻ ആ മഞ്ഞ ചുരിദാറിട്ടാലോ? ഏത് എന്ന് പറഞ്ഞ ആ ലൈറ്റ് മഞ്ഞ ചുരിദാറോ? അത് തന്നെ, അതിട്ടാലോ? അതിപ്പോ നിന്റെ ബോസ് വരുന്നില്ലെങ്കിലോ? അതിപ്പോ അത് ഞാന് അങ്ങനെ കാണിക്കാനാണോ ചുരിദാറൊക്കെ ഇട്ട് വരുന്ന? അല്ലേ? അല്ല. ആണോ? അതെ. ഓഹോ, അപ്പൊ ആണല്ലേ? ആണല്ലേ പെണ്ണു, ഒന്ന് ചുമ്മാ തരുവടി. മോളെ എന്നിട്ട് ഇളക്കാതെ ആ പായസം ഇളക്കാൻ നോക്ക്, അടിക്ക് പിടിക്കും. ഓക്കെ മാഡം, ശരി. സ്നേഹ, അതാരൊന്ന് പോയി നോക്കിയടി. ആ ബെസ്റ്റ്, തമ്പുരാട്ടിയുടെ കൂടിയനും കഴിഞ്ഞില്ലെന്നാ തോന്നുന്ന. ഞാൻ തന്നെ പോയി നോക്കാം. സാർ വന്നോ? ഗുഡ് മോർണിംഗ്, സോറി ഗുഡ് ആഫ്റ്റർനൂൺ സാർ. നന്നായിട്ടുണ്ട്. എന്താ സാർ? അല്ല, എല്ലാരും എത്തിയോ? ഇല്ല സാർ, ദൃശ്യം പിന്നെ ഡാൻസ് സാർ കൂടി വരാനുണ്ട്. ആണോ? ഡാനി എത്തിയില്ല അല്ലേ? ഞാൻ വിളിച്ചു നോക്കിയപ്പോ അവൻ ഇറങ്ങിയെന്നാ പറഞ്ഞേ. ഇല്ല, ഞാൻ വിചാരിച്ചു സാറിന്റെ കൂടെ വരുമായിരിക്കുമെന്ന്. ചിലപ്പോ എന്തെങ്കിലും ബ്ലോക്കിൽ പെട്ട് കാണും. ഏയ്, ഞാൻ വരുന്ന വഴിക്ക് ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോ അവന് നോക്കിയിട്ട് സ്റ്റുഡിയോ വരെ കയറണോന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോ അവിടെ കയറി കാണും. ആണോ? എന്നാ ചിലപ്പോ അവിടെ കയറി കാണും. വരുമായിരിക്കും. സാർ ഇരിക്കേ. അവനായോണ്ട് പറയാൻ പറ്റില്ല, ചിലപ്പോ വരാതിരിക്കോ എന്തോ. വരുമായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ല, താനിവിടെ ഒറ്റക്കാണോ താമസം? ഏയ് അല്ല
അല്ല സാർ, എന്നെ കൊണ്ട് ഇത്രയും പേർക്ക് സദ്യ ഒന്നും വിളമ്പാൻ പറ്റില്ലല്ലോ. എന്റെ കൂടെ ഒരാളെ കൂടി ഉണ്ട്, സ്നേഹ. ഞാൻ അവളും ഒരുമിച്ച് നിൽക്കുന്ന. ആണോ? എന്നിട്ട് സ്നേഹ എന്തേ? അവൾ ഇതുവരെ റെഡി ആയി കഴിഞ്ഞാന്ന് തോന്നുന്നു, റൂമിലാ. അത് കഴിയാൻ ഒരു 1-2 മണിക്കൂറെങ്കിലും എടുക്കും സാറേ. ആ അർജുൻ, താനെ പറ്റി? ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി സാറേ. ആരുടെ സിസ്റ്ററാ നീ ആ പായസം എടുത്ത? എടി, അതിനാ ചുമ്മാ ടേസ്റ്റ് നോക്കാൻ വേണ്ടി. താറാവേ, ഫുഡ് കഴിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വെച്ചിരിക്കുന്നതല്ലോ അത്. അപ്പൊ നിനക്കും തരുമല്ലോ കോതിയ. ഏയ്, ടേസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ലേ? അവൻ കുറച്ചല്ലേ എടുത്തുള്ളൂ. അല്ല സാറേ, ഇവൻ ടേസ്റ്റ് ചെയ്ത് മുഴുവൻ തീർക്കും. എന്തിനാണ് ഇങ്ങനെ പിശുക്കുന്ന? നോക്കിയാണ് സാറേ, ഞാൻ ഇത്രയും എടുത്തുള്ളൂ. ആര് പിശുക്കി? എപ്പോ പിശുക്കി? അല്ല, എന്നിട്ട് എങ്ങനെയുണ്ട് പായസം? ആ, കുഴപ്പമില്ല സാറേ. ആ, ഡാനി ആയിരിക്കും, ഒന്ന് പോയി നോക്കി നോക്ക്. ഓക്കെ സാർ. അയ്യോ, എല്ലാരും വന്നു എന്നാ തോന്നുന്ന. ബോസ് വന്നു കാണോ? ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. താങ്ക് യു സാർ. സാർ ലേറ്റ് ആയപ്പോ ഞാൻ വിചാരിച്ചു സാർ ഇനി വരില്ലാന്ന്. ആ, അത് സ്റ്റുഡിയോ വരെ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ കുറച്ചൊന്ന് ലേറ്റ് ആയി. ഏയ്, അധികം ലേറ്റ് ആയിട്ടൊന്നുമില്ല സാർ. സാർ അകത്തേക്ക് വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ആ, സോറി സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവരും കഴിച്ചോ? ഇല്ല സാർ, 1 മണിയല്ലായുള്ളൂ. സാറോട് വന്നിട്ട് കഴിക്കാൻ വിചാരിച്ചു. ആണോ? എന്നാ പിന്നെ ഒരു 10 മിനിറ്റ് കേട്ടെ, എന്നിട്ട് കഴിക്കാം. ആ, ഓക്കെ സാർ. എന്താ നീ എവിടെയൊക്കെ പോകുന്ന? വന്നിവിടെ ഇരിക്കേ. ആടാ, നീ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഈ റൂമൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ. റൂം ചുറ്റി കാണാനോ? ഓ, ഭാഗ്യം, എല്ലാം വൃത്തിയാക്കിയത് നന്നായി. देखा हजारों दफा आपको, फिर बेकरारी कैसी है. അല്ല, അടക്കാക്കുരുവിയും അന്നയും ഒരുമിച്ച് താമസിക്കുന്നല്ലേ അവള് പറഞ്ഞത്? എന്നിട്ട് അവളെവിടെ? എന്ത് പറ്റി സാർ? സാറ് ആരെയും അന്വേഷിക്കാണോ? ആരന്വേഷിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റൂമൊക്കെ ഒന്ന് ചുറ്റി കാണുമായിരുന്നു. ആണോ? ഓക്കെ സാർ. വേണ്ട, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇവിടെ എന്താ ഒരു പാട്ടും ബഹളവും? ബോസ്, സോറി. കുഴപ്പമില്ല സാർ. അത് ഞാൻ ചുമ്മാ മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുമ്പോ ചുമ്മാ ഡാൻസ് ചെയ്തതാ. ഡാൻസിനൊക്കെ പെർഫെക്റ്റ് ആണല്ലോ. ഇതൊന്നും വർക്കി കാണാനില്ലല്ലോ. തുടങ്ങി. അല്ല സാർ, സാറ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഞാൻ വിചാരിച്ചു സാറിനോടുള്ള ദേഷ്യത്തില് വരാതിരിക്കുന്നു. ഞാന് വരണോന്ന് വിചാരിച്ചൊന്നല്ല. പിന്നെ അന്ന സ്റ്റീഫനൊക്കെ അത്രയും പറഞ്ഞോണ്ട് വന്നതോ. അല്ല, ഞാനിവിടെ കാണുമെന്ന് സാറിന് എന്തായാലും അറിയാലോ. അപ്പൊ ഞാൻ വിചാരിച്ചു സാറ് അതുകൊണ്ട് വരാതിരിക്കുന്നു. നീയും അന്നയും ഒരുമിച്ചായിരുന്നല്ലേ നിൽക്കുന്ന? ഞാനത് മറന്നുപോയായിരുന്നു. മറന്നല്ലേ? അല്ല, ബോസ് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന്? ഞാൻ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുമായിരുന്നല്ലോ. അതിന് ഞാൻ നിന്നെ കാണാൻ വന്നതാണോ? അല്ല. പിന്നെ എനിക്കൊരു പണിയില്ലല്ലോ. ഞാനിവിടുത്തെ പാട്ടും ബഹളൊക്കെ കേട്ടോണ്ട് ഒന്ന് കേറി നോക്കിയതാ. അതേടി, സാർ ഇവിടുത്തെ റൂമൊക്കെ ഒന്ന് ചുറ്റി കാണാവുന്നതല്ലേ? നീ എന്തൊക്കെയാ പറയുന്ന? ഓ, ആണല്ലേ. സോറി സാർ. അത് ഇവിടെ നിങ്ങളൊക്കെയല്ലേ നിൽക്കുന്ന, അതുകൊണ്ട് ഇവിടുത്തെ ക്ലീൻനെസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയതാ. ഈ ക്ലീൻനെസ് ഒക്കെ ഓഫീസിൽ കാണിച്ചാൽ കൊള്ളാം. ഓഫീസ് വൃത്തിയാക്കാനോ? ഓഫീസ് വൃത്തിയാക്കാൻ നമ്മൾ ആര് അവിടുത്തെ ക്ലീനേഴ്സോ? വേണേ ബോസ് തന്നെ പിടിച്ച് ക്ലീനറും ആക്കും, പറയാൻ പറ്റില്ലേ. ശരിയാ, അതാണല്ലോ സ്വഭാവം. എന്നാ നീ വാ, നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. ടൈമില്ല. ശരിയാ, വേഗം നടക്ക്. ആഹാ, ആരിത്? ഗുഡ് ആഫ്റ്റർനൂൺ സാർ. സാറ് നേരത്തെ എത്തിയോ?
ആ ഞാനെത്തിയിട്ട് കുറച്ചു നേരമായി. തന്റെ ഒരുക്കൊക്കെ എവിടെ വരെ ആയി? ആ അതൊക്കെ കഴിഞ്ഞു സാറേ. ആ കാക്ക വിളിച്ച കൊക്കാവില്ലല്ലോ. ആരാണ് നിന്റെ കാക്ക? അങ്ങനെ നില്ലടി, നല്ല ഭംഗിയുണ്ട് കാണാൻ. നിന്നിലൊക്കെ കണ്ടിട്ട് എനിക്കൊരു ക്രഷ് അടിച്ചു പോയി. ഷോ, ഈ സൗന്ദര്യം ഒരു ശാപായി കഴിഞ്ഞാ പിന്നെ. എന്താ സാർ ചുമക്കുന്ന? വെള്ളം വല്ല വേണോ? ഓ വേണ്ട. അല്ല നീ എന്താ പറഞ്ഞ? നിനക്കുള്ള കോലം കണ്ടിട്ട് ക്രഷ് അടിച്ചതോ? അപ്പൊ നിങ്ങള്? ഡാടാ, അല്ല ഞാനെന്റെ ഒരു സംശയം ചോദിച്ചതാണേ.